വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തി 24 മണിക്കൂറിനുള്ളിൽ യുക്രൈനും റഷ്യയും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥത വഹിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തതോടെയാണ് 3 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം വീണ്ടും വൻ ചർച്ചയ്ക്ക് വഴിവെച്ചത്. എന്നാൽ ട്രംപ് അധികാരത്തിലേറി 3 മാസങ്ങൾക്ക് ശേഷവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ച ഒരു ചെറിയ ഈസ്റ്റർ വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും യുദ്ധം ഇപ്പോഴും രൂക്ഷമാണ്. വെടിനിർത്തലിന്റെ സാധ്യത അനിശ്ചിതത്വമായി നീളുകയും ചെയ്യുന്നുണ്ട്. തന്റെ ഭരണകൂടവും റഷ്യൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ആവർത്തിച്ച് ചർച്ചകൾ നടത്തിയിട്ടും റഷ്യയിൽ നിന്ന് വലിയ ഇളവുകളൊന്നും നേടിയെടുക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് പരാജയപ്പെട്ടു. കൂടാതെ യുക്രൈന്റെ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയെ ഒരു സ്വേച്ഛാധിപതിയാണെന്ന് പരസ്യമായി ട്രംപ് ആരോപിക്കുകയും ചെയ്തു. അതേസമയം പുടിനുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു. ഇത് യുക്രൈനിനെ അമേരിക്കയിൽ നിന്ന് അകറ്റുകയും അമേരിക്കയ്ക്ക് യൂറോപ്പിനും ഇടയിൽ ഒരു വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു. അമേരിക്കയുമായി അടുത്ത ബന്ധത്തിന്റെ സാധ്യതയിൽ റഷ്യൻ ജനത സന്തോഷിച്ചെങ്കിലും യുക്രൈനിൽ ദീർഘകാല സമാധാനം എന്ന ആശയം മങ്ങി. ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഒരു സമാധാന ഉടമ്പടിയിൽ എത്താൻ ശ്രമിക്കുന്നതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധികളുമായി നിരവധി റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. മാർച്ചിൽ ഉപാധികളില്ലാത്തതും പൂർണ്ണവുമായ വെടിനിർത്തലിനുള്ള അമേരിക്കൻ യുക്രൈനിയൻ സംയുക്ത നിർദ്ദേശം പുടിൻ നിരസിച്ചു. ഊർജ ലക്ഷ്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നിർത്താൻ ഇരുപക്ഷവും സമ്മതിച്ചു. എന്നാൽ ഔപചാരികമായ ഒരു കരാറും ഒരിക്കലും നിലവിൽ വന്നിട്ടില്ല. കിഴക്കൻ യുക്രൈനിലെ യുദ്ധക്കളത്തിൽ റഷ്യൻ സൈന്യം ശക്തമായ മുന്നേറ്റം തുടരുകയാണ്. ഇത് യുക്രൈൻ സൈന്യത്തെ കുർസ്ക് മേഖലയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുകയും യുക്രൈനിന്റെ വടക്കുകിഴക്കൻ സുമി മേഖലയിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മുന്നേറുകയും ചെയ്തു. യുക്രൈനൊപ്പം നിലകൊണ്ട അമേരിക്ക ട്രംപിന്റെ വരവോടെ ചുവട് മാറ്റി. ട്രംപ് ഇപ്പോൾ റഷ്യൻ പക്ഷത്താണ്. സെലൻസ്കിക്ക് പകരം പുതിയ ആൾ യുക്രൈനിൽ എത്തണമെന്ന് ട്രംപും പുടിനും ഇപ്പോൾ ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇരുവരും ഒരുപോലെ ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക 2 തവണ റഷ്യയെ പിന്തുണച്ചതിനു ശേഷം വിദേശ നയത്തിലെ ട്രംപിന്റെ നാടകീയമായ മാറ്റം പ്രധാനമായും തങ്ങളുടെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ക്രെംലിനും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ അമേരിക്ക നിർത്തിവെക്കുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുള്ളത്. യുക്രൈനുമായും റഷ്യയുമായും അദ്ദേഹം നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിന്നു. വിട്ടുവീഴ്ചകളും സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചപ്പോൾ ഇരു രാഷ്ട്ര തലവന്മാരും തങ്ങളുടെ നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോയില്ല.